ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷയിൽ സിബിഐക്കും ഇഡിക്കും സുപ്രീം കോടതിയുടെ നോട്ടീസ്. അന്വേഷണ ഏജൻസികൾ 2 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ നിർദ്ദേശം. മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷ ജൂലൈ 29-ന് സുപ്രീം കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, നിലവിൽ മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷയിലാണ് സിബിഐക്കും ഇഡിക്കും സുപ്രീം കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ നോട്ടീസിൽ പറയുന്നത്? ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മനീഷ് സിസോദിയയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അത് സിബിഐ അതുപോലെ ഇഡി 2 ഏജൻസികളും മനീഷ് സിസോദിയയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. അന്വേഷണ ഏജൻസികളോട് 2 ആഴ്ചക്കകം ഇതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ ജാമ്യാപേക്ഷ ജൂലൈ 29-നാണ് വീണ്ടും പരിഗണിക്കുന്നത്. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ആദ്യം സിബിഐ ആണ് മനീഷ് സിസോദിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഡൽഹിയിലെ മദ്യനയവുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്നിട്ടുണ്ട്, വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്നതായിരുന്നു പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിബിഐ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പിന്നെ സിബിഐ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തു, കോടതി റിമാൻഡ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇഡി ഈ കേസ് അന്വേഷിക്കുന്നത്. ഇഡിയുടെ കേസിലും മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ശരി ഷബ്ന, ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷയിൽ സിബിഐക്കും ഇഡിക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 2 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം.